പൂർണ്ണമായും എല്ലാ മണ്ഡലങ്ങളിലെയും പോസ്റ്റൽ വോട്ടിന്റേതാണ്. അത് കുറച്ചുകൂടി വൈകാനുള്ള സാധ്യതയാണ്. ബീഹാറിൽ നിന്ന് നമ്മുടെ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ നമ്മുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ എങ്ങും ഈ കൗണ്ടിംഗ് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ വരുന്ന എല്ലാ റിസൾട്ടും പൂർണ്ണമായും പോസ്റ്റൽ വോട്ടിൻ്റേത് മാത്രമാണ്. സാധാരണഗതിയിലൊക്കെ ഈ പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ അതിനൊപ്പം തന്നെ 5-10 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ തന്നെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണലും ആരംഭിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെ ആരംഭിച്ചിട്ടില്ല. മഹാഗഠബന്ധൻ പോസ്റ്റൽ വോട്ട് എണ്ണിയ ശേഷം മാത്രം ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിലേക്ക് കടന്നാൽ മതിയെന്ന നിർബന്ധത്തിൽ നിൽക്കുകയാണ്. ഏറെക്കുറെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അത് അംഗീകരിച്ചു എന്ന് വേണം കരുതാൻ. ഒരു സ്ഥലത്തും ഇതുവരെയും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫലങ്ങൾ ഇനിയും മഹാഗഠബന്ധന്റെ പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആവണം എന്ന് നമുക്ക് കരുതാം. എന്തായാലും പോസ്റ്റൽ വോട്ടിന്റെ ഫലങ്ങളാണ്. ഇപ്പോൾ പോസ്റ്റൽ വോട്ടിൽ സ്വാഭാവികമായും വലിയ മുന്നേറ്റം NDAക്കുണ്ട്, അല്ലെങ്കിൽ BJPക്കുണ്ട്. BJPയും JDUവും ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ടിയായി നിൽക്കുമ്പോൾ തൊട്ടു പിന്നിലാണ് RJD നിൽക്കുന്നത്. കോൺഗ്രസ് ഏറെ പിന്നിൽ പോയിരിക്കുന്നു. ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് പോലും കോൺഗ്രസിനെ ഇപ്പോഴും കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം പകുതിയോളം സീറ്റുകളിലെ ഫലസൂചനകൾ, പോസ്റ്റൽ വോട്ടിൻ്റെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ അവിടെ വ്യക്തമായ ആധിപത്യത്തോടുകൂടി തന്നെ NDAയുടെ വലിയൊരു തേരോട്ടം തന്നെയാണ് നടക്കുന്നത്. ഒന്നാമത്തെ പാർട്ടിയായി BJPയും JDUവും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറി മാറി നിൽന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സീറ്റിന് JDU മുന്നിൽ പോവുകയാണെങ്കിൽ തൊട്ടു പിന്നാലെ BJP ഒരു സീറ്റിന് മുന്നിൽ പോകുന്നു. അതിന് തൊട്ട് പിന്നിൽ തന്നെയുണ്ട് RJD. പക്ഷേ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട വിഷയം, മഹാഗഠബന്ധനിലെ പ്രധാനപ്പെട്ട വിഷയം, RJDക്കൊപ്പം നിൽക്കാൻ ഒരു സെക്കൻഡ് ലെയർ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത് നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ്